ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 നവംബർ മാസം 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. അത് 27 നക്ഷത്രക്കാരുടെയും ഫലം. കൊല്ലവർഷം 1200-ാം ആണ്ട് വൃശ്ചിക മാസം 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ആഴ്ച. ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനമായ വിശേഷ ദിവസം 27-ാം തീയതി ആണ്. അതായത് നവംബർ മാസം 26-ാം തീയതിയാണ് ഏകാദശി. 26-ാം തീയതി രാത്രി 9:07 മുതലാണ് ഹരിവാസരം ആരംഭിക്കുക. ഹരിവാസരം എന്നത് ഏകാദശി പൂർണ്ണമായിട്ടും എടുക്കുവാൻ പറ്റാത്ത ജോലിക്കാരും മറ്റുള്ള പ്രായമായവരുമൊക്കെ ഏകാദശി എടുക്കുന്നവർക്ക്, പൂർണ്ണമായിട്ടും വ്രതം എടുക്കാൻ പറ്റാത്തവർക്ക് ഹരിവാസര സമയം വ്രതം എടുത്താൽ മതി. അത് 26-ാം തീയതി രാത്രി 9:07 മുതൽ 27-ാം തീയതി രാവിലെ 10 മണി വരെയാണ് ഹരിവാസര സമയം. ആ സമയം വ്രതമെടുക്കുന്നതും ഭഗവാനെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ദാനധർമാദികളിലൊക്കെ പങ്കെടുക്കുന്നതും യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ് യശസ്സും ഒക്കെ കുടുംബങ്ങൾക്കും സന്താനങ്ങൾക്കും അവരവർക്കുമൊക്കെ വന്നു ചേരുവാൻ യോഗം. 28-ാം തീയതിയാണ് പ്രദോഷം വ്രതമെടുക്കുന്നതും മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ഐശ്വര്യപ്രദമാണ്. വിവാഹ ദാമ്പത്യ ജീവിതം ഐശ്വര്യപ്രദമാകുവാനും സമ്പത്ത് വന്നു ചേരുവാനും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. നവംബർ മാസം 30-ാം തീയതിയാണ് അമാവാസി വ്രതം. അമാവാസി, അതിന് വ്രതാനുഷ്ഠാനങ്ങൾ ഒരിക്കലൊക്കെ നേരത്തെ എടുക്കുകയും ബലിതർപ്പണാദികളോ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഒക്കെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതും. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ആഴ്ചയാണ്. തൊഴിൽപരമായ നേട്ടങ്ങളും ധന ആഗമന യോഗവും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയവും വന്നു ചേരും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ല ഒരു ആഴ്ചയാണ്. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യസമ്പൂർണമായ കാലം. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട്. എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്നു. 5-ാമിടത്ത് കേതുവും നിൽക്കുന്നു. അങ്ങനെയുള്ള ഈ ആഴ്ച പൊതുവെ ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ സൂചകമാണ്. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലൊക്കെ നടത്തുമ്പോൾ ഉദ്ദേശിച്ച സമയത്ത് കൊടുക്കാനും ഇങ്ങോട്ട് ലഭിക്കുവാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ആഴ്ചയാണ്. വളരെ ശ്രദ്ധിക്കുക. ഫൈനാൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ആദിത്യൻ ആഗ്നേയഗ്രഹമാണ്. അത് നിൽക്കുന്നതിനാൽ ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഉണ്ടാകാതെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. ദേഷ്യം പൊതുവെ വർദ്ധിക്കുന്ന ഒരു ആഴ്ച. അധിക സാഹസികത പാടില്ല. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാനും സൂചന. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ ആഴ്ച ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കും. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മളാൽ കഴിയാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ക്ഷേത്ര ദർശനവും ഒക്കെ ചെയ്യുക. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും തൊഴിൽ പുരോഗതി വന്നു ചേരും. വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപ്രദമായ ആഴ്ച.
ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം. തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുമെങ്കിലും ചില കാര്യങ്ങൾക്ക് തടസ്സങ്ങളും മന്ദതകളും ഒക്കെ സൂചകവുമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ സൂചകമാണ്. കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ നല്ല ഒരു ആഴ്ച. തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നുചേരും. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ യോഗമുണ്ട്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും നല്ല ഒരു ആഴ്ച. ഭൂമി വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും. കന്യരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായ കാര്യങ്ങൾ അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആകുന്ന ഈ ആഴ്ച ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിലും ഒക്കെ. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും അലോസരതകളും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കുക സംസാരത്തിലൊക്കെ. കുടുംബ സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ ഭൂമി സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല ഒരു ആഴ്ച. തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ടാകും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ആഴ്ചയായതിനാൽ വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് ചില നഷ്ടങ്ങളൊക്കെ വന്നു ചേരുവാൻ സൂചനയുണ്ട്. പുതിയ ഒരു തൊഴിലിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും പുതിയ തൊഴിൽ രംഗത്ത് പ്രവേശിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട്. പൊതുവെ ദേഷ്യം വർദ്ധിച്ചിരിക്കുന്ന ഈ ആഴ്ച ക്ഷമയും വിട്ടുവീഴ്ചയും വളരെ അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ അലസതയും സൂചകമാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഉള്ള ഒരു ആഴ്ചയാണ്. സപ്തമ ഭാവത്തിൽ ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്, വളരെ വിജയങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും കണ്ടകശനിയൊക്കെ ഉള്ള കാലമാണ്. വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ഏത് കാര്യത്തിലും ആവശ്യമാണ്. പ്രത്യേകിച്ച് കുടുംബത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങൾ ഉണ്ടാകാതെ നോക്കുക. അത് തൊഴിൽ രംഗത്തും ബാധകമാണ്. സഹപ്രവർത്തകരുമൊക്കെ ആയിട്ട് ഇടപെടുന്ന കാര്യങ്ങൾക്ക് അലോസരതകൾ ഉണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതായത് കലാരംഗവുമായി ബന്ധപ്പെട്ട അവാന്തര വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു പുരോഗതിയൊക്കെ കണ്ടു തുടങ്ങുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും. വളരെ ശ്രദ്ധയോടെ ക്ഷമയോടെ വിട്ടുവീഴ്ചയോടുകൂടി ഒക്കെ വേണം. ധൈര്യം ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ്. കുടുംബത്തെ കലഹങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. സുഹൃത്തുക്കൾ മുഖാന്തരമോ അതുപോലെ തന്നെ സഹോദരസ്ഥാനീയ മുഖാന്തരമോ മാതാപിതാക്കളുമായിട്ടും സഹോദരങ്ങളുമായിട്ടും സന്താനങ്ങളുമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽ രംഗത്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നഷ്ടങ്ങൾ ഉണ്ടാകാതെ അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 4 പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. 5-ാം ഇടത്ത് വ്യാഴം സഞ്ചരിക്കുന്നു. രാശിയാധിപൻ 2-ൽ ധനസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. 7.5 ശനിയൊക്കെ തീരാൻ പോകുന്ന ഒരു സമയവും കൂടിയാണ്. ശനിദേവന്റെ അനുഗ്രഹം കൊണ്ടും വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ടും വളരെ നല്ല ജീവിത അനുഭവങ്ങൾ ഈ ആഴ്ച വന്നു ചേരും. ഭൂമി സംബന്ധമായിട്ട് ചില നേട്ടങ്ങൾ,
കൃഷിപരമായിട്ട് ആദായം വർദ്ധിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 4-ാം പാദവും ചതയവും പൂരിട്ടാതി 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട്. 4-ാമിടത്ത് സുഖസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ ഏഴരശനി കാലമാണ്. ജന്മത്തിൽ ഏഴരശനി ആണ് ശനി സഞ്ചരിക്കുമ്പോൾ പലവിധ കഷ്ടനഷ്ടങ്ങളും ആരോഗ്യപരമായിട്ടും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ പ്രവർത്തന രംഗത്തെ മന്ദതയോ അലസതയോ ഒക്കെ വന്നുപെടുന്നതിനും കഫസംബന്ധമായിട്ടോ മറ്റ് വാദസംബന്ധമായോ ചില അസുഖങ്ങൾ വന്നു ചേരുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നിടത്തും തൊഴിൽപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുടുംബത്ത് പരസ്പരം ഉള്ള ബന്ധങ്ങൾ ശിഥിലമാകാതെ സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. പ്രത്യേകിച്ച് സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും നല്ല രീതിയിൽ ഇടപെടുവാനായിട്ട് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അലസത വന്നു പെടുന്നതിനൊക്കെ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്തായിരിക്കുന്നവർക്കും നല്ല കാലമാണ്. മീനം രാശിക്കാരായിരിക്കുന്ന ഊർട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കും. ഏഴരശനി ഒക്കെ ആരംഭിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ പലവിധത്തിലും നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനാവലി തന്നെ ഈ നക്ഷത്രക്കാർ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും നിയമജ്ഞന്മാരുമായും നിയമപാലകന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം ഓരോ കാര്യത്തിലും ഏർപ്പെടുവാനായിട്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച് തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് കലാകാരന്മാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ ഒരു വ്രത അനുഷ്ഠാനങ്ങളൊക്കെ തുടർച്ചയായിട്ട് എടുക്കുന്നതും ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കുകയും ജീവിത പുരോഗതികൾ വന്നു ചേരുകയും ഒക്കെ ചെയ്യും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.